എനിക്കെതിരെ മയക്കുമരുന്നിന് അടിമയാണെന്ന തരത്തിൽ കല്ലുവെച്ച് നുണ പ്രചരിപ്പിച്ച് എന്നെയും എന്റെ കുടുംബത്തെയും മാസങ്ങളോളം തീ തീറ്റിച്ചു. അവരുടെ തെറ്റുകൾ മറച്ചുവെക്കാൻ വേണ്ടി മാത്രം ഞാൻ മയക്കുമരുന്നിന് അടിമയാണെന്ന് പറഞ്ഞുണ്ടാക്കി. നൈന പത്രസമ്മേളനത്തിലും അഭിമുഖങ്ങളിലും പറഞ്ഞ ചില കാര്യങ്ങളോട് എന്റെ പ്രതികരണങ്ങൾ ഇവയാണ്. അഹാനയ്ക്കും മനുവിനും ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അത്തരം പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല. എന്തായാലും എല്ലാം നടന്നിട്ട് 3 വർഷം കഴിഞ്ഞു. അഹാനയ്ക്ക് ക്ഷമിക്കാനും മറക്കാനും കഴിയുമെങ്കിൽ വന്ന് പ്രൊമോഷനിൽ പങ്കെടുക്കുക. പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന് നിങ്ങൾ പറഞ്ഞത് നുണയാണ്. നിങ്ങളും മനുവും ഈ വിഷയത്തിൽ ഒരുപോലെ ഉൾപ്പെട്ടിരുന്നതിനാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നന്നായി അറിയാമായിരുന്നു. നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ മറക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് അതിന് കഴിയില്ല. കാരണം ഇത്രയും വർഷം കൊണ്ട് ഞാൻ എന്തൊക്കെയാണ് അനുഭവിച്ചതെന്ന് എനിക്ക് നന്നായി അറിയാം. നിങ്ങൾക്കോ നിങ്ങളുടെ സഹോദരിക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ആണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ഇങ്ങനെ എളുപ്പത്തിൽ അത് മറക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. രണ്ടാമത്, ഞാൻ ഒരു മാനുഷിക പരിഗണനയും കാണിക്കുന്നില്ലെന്ന് നൈന പറഞ്ഞു. എന്റെ പ്രതികരണം ഇതാണ്. എനിക്ക് ഒരു മാനുഷിക പരിഗണന ഉള്ളതുകൊണ്ടാണ് 2023 സെപ്റ്റംബറിൽ സിനിമയിലെ ഒരു ഗാനം പുറത്തിറങ്ങിയപ്പോൾ ഞാൻ അത് എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്തില്ല എന്ന് ആളുകൾ ചോദിച്ചപ്പോൾ ഞാൻ മൗനം പാലിച്ചത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത് പ്രൊമോട്ട് ചെയ്യാത്തതിന് എന്നെ കുറെ പേർ കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ ഒന്നും തുറന്നു പറയാതെ ആ കുറ്റപ്പെടുത്തലുകൾ എല്ലാം നേരിടുകയായിരുന്നു. എനിക്ക് മാനുഷിക പരിഗണന ഉള്ളതുകൊണ്ടാണ് മനുവും നിങ്ങളും എനിക്കെതിരെ ചെയ്തതിനെക്കുറിച്ച് എവിടെയും ഇതുവരെ വെളിപ്പെടുത്താതിരുന്നത്. അതേ മാനുഷിക പരിഗണന കൊണ്ട് മാത്രമാണ് സിനിമയുടെ ആദ്യ പത്രസമ്മേളനത്തിന് ശേഷം നിങ്ങൾ എനിക്കെതിരെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ എനിക്ക് പറയാനുള്ളത് തുറന്നു പറയാതെ ഇതുവരെ മിണ്ടാതിരുന്നത്. ആവർത്തിച്ചുള്ള നുണ പ്രചരണങ്ങളും വീഡിയോകളും വരുന്നത് കണ്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ കണ്ടു മിണ്ടാതെ ഇരിക്കരുത് എന്ന് എന്നെ സ്നേഹിക്കുന്നവർ പറയുന്നത് ചെവിക്കൊള്ളണമെന്നും എനിക്ക് തോന്നിയത്. മനു മരിച്ച് ഏതാനും മാസങ്ങൾക്ക് ശേഷം യാദൃച്ഛികമായി നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് അത്തരം നുണകൾ പ്രചരിപ്പിക്കുന്നതിൽ പങ്കാളിയായിരുന്നിട്ടും ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിച്ചു ആശ്വസിപ്പിച്ചു നിങ്ങളോട് വളരെ മാന്യമായി സംസാരിക്കുകയാണ് ഉണ്ടായത്. ആ ദിവസം പോലും നമ്മൾ ഈ മയക്കുമരുന്ന് കഥയെപ്പറ്റി ചർച്ച ചെയ്തെങ്കിലും നിങ്ങൾക്ക് സ്വയം ന്യായീകരിക്കാൻ പോലും പറയാൻ ഒന്നുമില്ലായിരുന്നു. നിങ്ങൾ എന്റെ മുന്നിൽ നിശബ്ദയായി നിന്നു. എന്നിട്ടും ഈ അഭിമുഖങ്ങളിൽ എനിക്കെതിരെ ഇത്തരത്തിൽ വാസ്തവവിരുദ്ധമായ കഥകൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നോർത്ത് ഞാൻ ശരിക്കും അത്ഭുതപ്പെടുന്നു. മൂന്നാമതായി, ആ സിനിമ ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിലാണ് ചിത്രീകരിച്ചത് എന്ന നിങ്ങളുടെ കമന്റിനോട് എന്റെ പ്രതികരണം ഇങ്ങനെയാണ്. ആയിരക്കണക്കിന് സിനിമാ സംവിധായകർ ഒരു നിർമ്മാതാവിനെ കണ്ടെത്താൻ പാടുപെടുമ്പോൾ ഈ സിനിമയുടെ പ്രാരംഭ ഷെഡ്യൂളുകളിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് പണത്തിന്റെയും സമയത്തിന്റെയും ദുരുപയോഗമായിരുന്നു.